ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ സ്നേഹ ചലഞ്ച് മാതൃകയാക്കി പത്തനംതിട്ട ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ലോകപ്രവാസി കൂട്ടായ്മ. പെരുന്നാളിന്റെ ആർഭാടാഘോഷങ്ങൾ പരമാവധി ഒഴിവാക്കി ആ തുക കൊണ്ട് നിർധന കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയാണ് പ്രവാസി കൂട്ടായ്മ. വീടിന്റെ കൂദാശ ജൂലൈ 5 നടക്കും. ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ ബാവയുടെ ആഹ്വാനം ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ഭാരവാഹികൾ ഇതാ വാക്കുപാലിച്ചിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധ ബാവയുടെ ആഹ്വാനപ്രകാരം കഴിഞ്ഞ സീസണിലെ പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള വെടിക്കെട്ടും മറ്റു ആഘോഷങ്ങളൊക്കെ പരിമിതപ്പെടുത്തി ആ കിട്ടിയ തുക കൊണ്ട് ഒരു നിർധന കുടുംബത്തിന് ഒരു സ്വപ്നഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നു. ഇത് പറയാൻ കാരണം ആ സമയത്തായിരുന്നു തൃശ്ശൂരിൽ നമ്മളെയൊക്കെ ദുരിതത്തിൽ ആഴ്ത്തിക്കൊണ്ടുള്ള ഏറ്റവും വലിയൊരു വെടിക്കെട്ട് ദുരന്തം ഉണ്ടാകുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബാവ ആഹ്വാനം ചെയ്തത്. നമ്മളോട് ഇപ്പം തന്നെ ഭാരവാഹിയെ മനോജ് ചെയ്യുന്നത്. ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ വെടിക്കെട്ടടക്കമുള്ള ആഘോഷത്തിൽ അല്പം കുറവ് വരുത്തിക്കൊണ്ട് മറ്റ് ചടങ്ങുകൾക്കൊക്കെ കുറവ് വരുത്തിക്കൊണ്ട് അതിൽ നിന്നൊരു മിച്ചം തുക പിടിച്ച് ഭവനം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണമെന്നുള്ള പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ഒരു ആഹ്വാനമാണ്. ആ ഒരു ആഹ്വാനത്തെ ശിരസാവഹിച്ചുകൊണ്ടാണ് 60 ദിവസം കൊണ്ട് പരിശുദ്ധ ബാവ പ്രഖ്യാപിച്ച് 60 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. ചന്ദ്രപ്പള്ളി വലിയ പള്ളി പെരുന്നാൾ ലോകപ്രസിദ്ധമാണ്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾക്ക് അല്പം കുറവ് വരുത്തിക്കൊണ്ട് തന്നെ എന്നാൽ ആചാരപരമായ എല്ലാ കാര്യങ്ങളും അതേ നിഷ്ഠയോടുകൂടി തന്നെ നടത്തിക്കൊണ്ട് കുറവ് വരുത്തിയ ആഘോഷ പരിപാടിയിൽ കുറവ് വരുത്തിയ ഒരു തുക കൊണ്ടും ഒപ്പം ലോകപ്രവാസി കൂട്ടായ്മയുടെ വലിയ സമ്മേളനവും കലാപരിപാടിയും ഒക്കെ തന്നെ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുക. അതിൻ്റെയൊക്കെ ചിലവുകൾ പകുതിയാക്കി കുറച്ചുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ ഒരു മിച്ചം എടുത്ത് 67 പേരോളം പ്രവാസികളായിട്ട് ലോകത്തിന് വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികളൊക്കെ തന്നെ കൈത്താങ്ങ് നൽകിയാണ് ഈ ഒരു പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയും ഇത് ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ചന്ദ്രപ്പള്ളി വലിയ പള്ളിയെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് തന്നെ 3 വർഷത്തിനകം തന്നെ 12 വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടു. അത് ഏറ്റവും വലിയൊരു സന്തോഷകരമായ അനുഭവം. ഈ ബാബയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ സഭ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം ഇതൂടെ ആകുമ്പോഴത്തേക്കിന് സഭയ്ക്ക് ബാബയ്ക്കൊക്കെ ഒരു ഊർജ്ജം പകരുന്ന ഒരു ഇതാണല്ലോ. മറ്റ് സഭകൾക്കൊക്കെ ഇത് മാതൃകയാക്കിയൊക്കെ ആക്കാം. തീർച്ചയായും നമ്മളും ആഗ്രഹിക്കുന്നതാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ ആഗ്രഹിച്ചത് സഭയിലെ ഇടവക പള്ളികളൊക്കെ തന്നെ ഈ വർഷത്തെ ഈ മുണ്ടത്തിക്കോട് ദുരന്തത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചിട്ടുള്ള ആളുകളോട് ഒരു അനുഭാവം, അവരുടെ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഈ വർഷം മറ്റ് ആഘോഷ പരിപാടികളിലൊക്കെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഒരു ഭവനം പണി നടത്തണമെന്ന് എല്ലാവരോടും കൂടിയാണ് ആവശ്യപ്പെട്ടത്. വെറും 60 ദിവസം കൊണ്ട് തന്നെ ഒരു ഭവനം നൽകിയാണ് നമ്മളുടെ ഈ സ്നേഹ ചലഞ്ചിൻ്റെ ഒന്നാമതേക്ക് നമ്മൾ ഈ പണി പൂർത്തീകരിച്ചത്. തൃശ്ശൂരിലെ വെടിക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ ബാവ ആഹ്വാനം ചെയ്തത്. മറ്റുള്ള സഭകൾക്കും മറ്റുള്ള സഹോദര സമുദായങ്ങളും ഇത് മാതൃകയാക്കാവുന്നതാണ്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. അമ്മയുടെ സ്നേഹവും പ്രകൃതിയുടെ നന്മയും നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി അസൽ ഏത്തയ്ക്ക പൊടിയുടെ കരുത്തുമായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി ബനാന പൗഡർ. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.